ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വൺ സ്പ്രിംഗ് നൈറ്റ് എന്ന ഡ്രാമയുടെ 8ാമത്തെ എപ്പിസോഡാണ് നമ്മളിന്ന് കാണുന്നത്. ലീ ജീസോക്കിന്റെ അച്ഛനോട് തുറന്നു പറയുന്നുണ്ട് തനിക്ക് ഈ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന്. ഇത് ജീസോക്കിന്റെ പ്രശ്നമല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചാൽ അത് ശരിയാകില്ല. പല ആൾക്കാരെയും പോലെ ഞങ്ങളുടെ ലവും സക്സസ് ആയില്ല, അത്രയുള്ളൂ. സത്യം പറഞ്ഞ കോണിന് അത് വലിയൊരു ഷോക്കായിരുന്നു. അയാൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ അങ്ങനെ പറയുമെന്ന്. ശരിക്കും അവളെ നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇത്രയും നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് അവളെന്ന് അയാൾക്ക് മനസ്സിലായത്. അവിടെ നിന്ന് ഇറങ്ങി നേരെ ലൈബ്രറിയിലേക്ക് എത്തിയ ലീ കാണുന്നത് യൂനു അവിടെ നിന്ന് കരയുന്നതാണ്. അവിടെ എല്ലാവരും കൂടി നിന്നിട്ട് അവനോട് നിന്റെ അച്ഛൻ എവിടെ, അമ്മ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ജീഹു പുറത്തേക്കെന്തോ പോയിരുന്നു. ആ നേരത്ത് ഇവൻ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ജീഹുവിനെ കാണാതെ നിന്ന് കരയുകയാണ്. അത് കണ്ട് ലീ അവന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. ലീയെ കണ്ടതും ഓടി വന്ന് അവനാകട്ടെ അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ജീഹു അല്ലാതെ അവന് പരിചയമുള്ളത് അവള് മാത്രമായിരുന്നു. അവനൊന്ന് കരച്ചിൽ നിർത്തി കഴിയുമ്പോഴാണ് ജീഹു പുറത്തു നിന്നും അകത്തേക്ക് വരുന്നത്. അവന്റെ ഒരു അവസ്ഥ കണ്ടതും ജീഹുവും പേടിച്ചു. ലീ ആകട്ടെ ജീഹുവിനെ കുറെ വഴക്ക് പറയുന്നു. ഒറ്റയ്ക്ക് അവൻ ഇവിടെ വിട്ടിട്ട് നീ എവിടേക്കാ പോയതെന്ന് ചോദിക്കുന്നു. ഞാനിവിടെ ഒന്ന് ബോറടിച്ചപ്പോ കുറച്ച് ഫ്രഷ് എയറിന് വേണ്ടിയിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണെന്നാണ് ജീഹു പറയുന്നത്. ഇങ്ങനെ യൂനുവിനെ തനിച്ചാക്കി പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവള് കുറെ ശാസിക്കുന്നുണ്ട് അവനെ. അവൾ സോങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സോങ് പറയുന്നുണ്ട് ആ ജീഹു ആകട്ടെ അവന്റെ നെഫ്യുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നുവെന്ന്. ഒരാളുടെ ഓഫ് ഡേ ഒരാൾ നെഫിന്റെ കൂടെയൊക്കെയാണോ ചെലവഴിക്കുന്നതെന്ന് അവൾ ഇങ്ങനെ ചോദിക്കുന്നു. ലീക്കാകട്ടെ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അതവന്റെ മകനാണെന്ന് സോങ്ങിനോട് അവൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. നീ ജീസോക്കുമായിട്ട് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ലീ പറയുന്നത്. ഇവിടെ ജീഹു ആകട്ടെ യൂനിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ആ ലീയെ ഇഷ്ടമാണോ എന്ന്. എനിക്ക് ലീയെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് യൂന് പറയുന്നത്. അവരൊരു നൈസ് ലേഡിയാണ്. ഇവിടെ ലീയുടെ അച്ഛനാകട്ടെ ഇരുന്നിട്ട് ഒട്ടും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ലീയും കോണും തമ്മിൽ എന്ത് സംസാരിച്ചു എന്നതായിരുന്നു അയാളുടെ ടെൻഷൻ. അയാൾ അവളെ വിളിക്കാൻ തുടങ്ങിയതും അവളുടെ അമ്മയാകട്ടെ ഫോൺ വാങ്ങി വെക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ജോലിയെ പറ്റിയും ആ കോണിനെ പറ്റിയും ചിന്തിക്കാതെ സ്വന്തം ഫാമിലിയെ പറ്റി ചിന്തിക്കാനാണ് പറയുന്നത്. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവൾ ആ വിവാഹത്തിന് സമ്മതിക്കില്ല. അല്ലാതെ നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട് അവൾ എന്തിനാണ് അവളുടെ ജീവിതം വെറുതെ പാഴാക്കുന്നത്. അങ്ങനെ അവര് തമ്മിൽ അതും പറഞ്ഞിട്ട് ആകെ തർക്കമായി. കോണാകട്ടെ ജീസോക്കിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ജീസോക്ക് ആകെ ടെൻഷനിലായിരുന്നു. കോണും ലീയും തമ്മിൽ എന്ത് സംസാരിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കോൺ അവനോട് പറയുന്നത് ഈ കാലത്ത് അവളെപ്പോഴൊരു പെൺകുട്ടിയെ കാണാൻ കിട്ടില്ല, അത്രയധികം സ്ട്രോങ് ആണ് അവള്. നിന്നേക്കാളും മെച്ചുറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് അവളുടെ ഹൃദയം കീഴടക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. നീ നിന്റെ മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കുമായിരിക്കും. അവളോട് സംസാരിച്ചതിൽ നിന്നും കോണിന് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ കൈവിടാതെ മാക്സിമം നിന്റെ ലൈഫിൽ തന്നെ ചേർത്ത് നിർത്താൻ നീ ശ്രമിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കോൺ അവിടെ നിന്നും പോകുന്നത്. അത് കാരണം ജീസോക്കാകട്ടെ ലീയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നീ ഭയങ്കര ബിസിയാണോ, എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു. അവൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ ലൈബ്രറിയിലാണെന്ന്, കുറച്ച് തിരക്കാണെന്നും പറയുന്നു. അച്ഛന് നിന്നെ ഒരുപാട് ഇഷ്ടമായെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പഴയതിനേക്കാൾ കൂടുതൽ നൈസായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. താൻ കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. അവൻ പഴയതിനേക്കാൾ കൂടുതൽ ഇത്രയധികം സ്നേഹത്തോടെ സംസാരിക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ജീഹുവിന്റെ മെസ്സേജ് അവൾക്ക് വരുന്നുണ്ട്, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. യൂനുവിന് വേണ്ടിയിട്ട് അവൾ കുറച്ച് ബുക്സ് എടുക്കുകയായിരുന്നു. ആ സമയത്ത് ജീസോക്കിന്റെ മെസ്സേജ് അവൾക്ക് വരുന്നുണ്ട്. ലൈബ്രറിയുടെ താഴെയുണ്ട്, നിന്റെ ജോലി തീരുമ്പോൾ വന്നാൽ മതി, നമുക്ക് കോഫി കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. അവൾക്ക് ആകെ വട്ടെടുക്കുന്നുണ്ടായിരുന്നു. ജീഹു ഇവിടെയുണ്ട്, ജീസോക്ക് താഴെയുണ്ട്. അവനെ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീസോക്ക് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ചിന്തിക്കാൻ പറ്റില്ല. അത് കാരണം അവൾ പെട്ടെന്ന് ജീഹുവിനെ പുറത്തേക്ക് വിളിച്ചിട്ട് ജീസോക്ക് ഇവിടെ വന്നു എന്ന് പറയുന്നു. യൂനുവിന്റെയും അവന്റെയും കൂടെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അവള്. പക്ഷെ പെട്ടെന്ന് ജീസോക്ക് വന്ന കാരണം അവൾ അവനോട് പറയുന്നുണ്ട് ഇവിടെ മറ്റൊരു വഴിയുണ്ട്, അതുവഴി നിങ്ങൾ രണ്ടുപേരും പോയിക്കൊള്ളാൻ. ഇത് കേട്ടപ്പോൾ ജിഹുവിന് ദേഷ്യം വരുന്നു. നീ എന്നോട് അങ്ങനെ പറയുന്നത് കൊള്ളാം, എന്റെ മകനെയും ഇതിൽ ഉൾപ്പെടുത്തണോ? എന്നെ പോലെയല്ല അവനെ ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടത്തില്ല. ജീസോക്ക് വന്ന് പറഞ്ഞിട്ട് താനിങ്ങനെ ഒളിച്ചും പാത്തും മകനെയും കൊണ്ട് പോകുന്നത് ശരിയല്ലാന്ന് ജിഹുവിന് തോന്നി. അവൻ ആകെ ദേഷ്യത്തിലായിരുന്നു. അവളോട് അത്രയും പറഞ്ഞിട്ട് യൂനുവിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. പോകാൻ നേരത്ത് അവളുടെ കയ്യിൽ കുറച്ച് ഡൈനോസേഴ്സിന്റെ സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടാണ് പോകുന്നത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. യൂനുവിനെയും ജീഹുവിനെയും ഇങ്ങനെ വിഷമിപ്പിച്ചത് ശരിയായില്ല എന്ന് അവൾക്കറിയാം. പക്ഷെ ജീസോക്ക് കണ്ടു കഴിഞ്ഞാലുള്ള പ്രശ്നത്തെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് അവൾ ഇങ്ങനെയെല്ലാം ചെയ്തത്. ജീഹു യൂനും പുറത്തേക്ക് ഇറങ്ങി പോയപ്പോഴേക്കും ജീസോക്കിനെ അവിടെ വെച്ച് കാണുന്നുണ്ട്. താൻ മകനെ കൊണ്ട് ലൈബ്രറിയിലേക്ക് വന്നതാണെന്ന് അവൻ പറയുന്നു. നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടോ? ഞാൻ നിന്നെ അങ്ങനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടില്ലല്ലോ എന്നാണ് ജീസോക്ക് ചോദിക്കുന്നത്. ഹ്യൂൻസ് പറഞ്ഞിട്ടുള്ളത് നീ നിന്റെ ഫാർമസിക്ക് അടുത്താണ് താമസിക്കുന്നതെന്നാണ്. പക്ഷെ ഇവിടേക്ക് എന്തിനാ നീ വന്നത്? എന്റെ ഗേൾഫ്രണ്ട് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെപ്പറ്റി നിനക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് അറിയാമെന്നാണ് ജീഹു പറയുന്നത്. അവരുടെ കയ്യിൽ നല്ല ചിൽഡ്രൻസ് ബുക്സിന്റെ സെലക്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ മകനെയും കൊണ്ട് ഇവിടെ ഇടയ്ക്ക് വരാറുള്ളത്. എന്നാ ശരി, ലേറ്റ് ആകുന്നു, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ മകനെയും കൊണ്ട് പോകാൻ നേരത്ത് ജീസോക്കാകട്ടെ അവന്റെ കയ്യിൽ കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും വാങ്ങിക്കോളാൻ. യൂനുവിന്റെ കയ്യിൽ കാശ് കൊടുത്തത് ജീഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അവനത് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും ജീസോക്ക് നിർബന്ധിച്ച് യൂനുവിന്റെ കയ്യിൽ ക്യാഷ് കൊടുക്കുന്നു. ഇവിടെ ലിയാകട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പെട്ടു നിൽക്കുകയാണ്. അവൾക്ക് ജീഹുവിന്റെ കൂടെ പോകാനായിരുന്നു ആഗ്രഹം. എന്നാൽ ജീസോക്ക് വന്നത് കാരണം സ്റ്റക്കായി അവൾ അവിടെ നിൽക്കുകയാണ്. ജീസോക്ക് അവളുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവളാകട്ടെ അവനോട് സോറി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അവൾ ചെന്ന് നോക്കുമ്പോഴേക്കും ജീഹുവും യൂനും അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. ആകെ തകർന്നു നിൽക്കുകയാണ് അവള്. ഇതോടുകൂടി ജീസോക്കിന് കാര്യം മനസ്സിലായി. അവൾ ജീഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ ഒന്നും മിണ്ടാത്ത ദേഷ്യത്തിൽ അവിടെ നിന്നും വണ്ടിയെടുത്ത് പോയി. ഇവിടെ ഹ്യൂൻസു ആകട്ടെ പാർക്കിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ പാർക്ക് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നിനക്കെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പാർക്ക് പറയുന്നുണ്ട് ജെയിനുമായിട്ടുള്ള എല്ലാം ഞാൻ അവസാനിപ്പിച്ചു എന്ന്. അവള് നിന്നെ തേച്ചെന്ന് ചോദിക്കുമ്പോൾ പാർക്ക് പറയുന്നു ഇല്ല, ഞാൻ അവളെ വേണ്ടെന്ന് വെച്ചത്. ഒരു കണക്കിന് അത് നന്നായി എന്നാണ് ഹ്യൂൻസ് പറയുന്നത്. ജെയിൻ
ജെയിനും ലീ സിസ്റ്റേഴ്സ് അല്ലേ, അവർ രണ്ടുപേരുമായിട്ടും ഒരു കമ്പനിയും വേണ്ട, അതാ നല്ലത്. ജീഹു ആകട്ടെ ലീയുടെ പ്രണയത്തില് മയങ്ങിയിരിക്കുകയാണ്. അവന് തോന്നുന്നത് അവളുടെ ആ ഒരു ദയ അവളുടെ പ്രണയമാണെന്നാണ്. എന്നാൽ പതിയെ പതിയെ അവന് മനസ്സിലായിക്കൊള്ളും പ്രണയം വേറെയാണ്, അവനോട് തോന്നുന്ന ദയ വേറെയാണെന്ന്. ലീ ആകട്ടെ ആകെ സങ്കടത്തിലിരുന്ന് കരയുകയാണ്. സോങ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജീഹുവിനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് എവിടെ നിന്ന് പോയെന്ന് പറയുന്നു. നീ ജീഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഈ ടെൻഷൻ അടിക്കുന്നത്, അപ്പൊ ജീസോക്കിനെ കുറിച്ച് ആലോചിച്ചല്ലേ നീ ടെൻഷൻ അടിക്കുന്നത്? അല്ല എന്നാണ് അവൾ പറയുന്നത്. നീ ജീഹുവിനെ കുറിച്ച് ആലോചിച്ച് എന്തിന് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അവൻ ഇവിടെ ഒറ്റയ്ക്ക് വരാനുള്ളതിന് അവൻ അവന്റെ നെഫ്യൂനും കൊണ്ട് വന്ന് ഇവിടെ നിന്ന് സംസാരിച്ചിരിക്കുന്നു, അത് തന്നെ ശരിയായില്ല. എന്നാൽ ലീ അപ്പോൾ പറയുന്നുണ്ട് അത് അവന്റെ നെഫ്യൂന്നും അല്ല അവന്റെ മകനാണെന്ന്. ഇത് കേട്ട് സോങ് ഞെട്ടിപ്പോയി. അവൻ മാരീഡ് ആണെന്നൊക്കെ ചോദിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവളോട് പറയുന്നു. അവനൊരു കുട്ടിയുണ്ട്, അവന്റെ സിംഗിൾ ഫാദർ ആണ്, അതുകൊണ്ടാണ് ഞാൻ അവന്റെ കാര്യത്തിൽ അത്ര കോൺഫിഡന്റ് അല്ല എന്ന് പലപ്പോഴും നിന്നോട് പറയാറുള്ളത്. ഇതിന്റെ പേരിൽ നിന്റെ കോൺഫിഡൻസ് ഒന്നും കളയേണ്ടെന്നാണ് സോങ് പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് അവൾ പറയുന്നു. വീട്ടിലെത്തി ജീഹു ആകട്ടെ ആകെ ദേഷ്യത്തിലായതുകൊണ്ട് തന്നെ തന്റെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഏതോ പെണ്ണൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന്, അവളെ കാണാമെന്ന്. എന്നാൽ അവന്റെ അമ്മ തിരിച്ചു ചോദിക്കുന്നു, നീയല്ലേ പറയുന്നത് നിനക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന്, അതെന്ത് പറ്റിയെന്ന്? എനിക്കിഷ്ടമായിട്ട് കാര്യമില്ല, ആ പെൺകുട്ടിക്കും എന്നെ തിരിച്ച് അതുപോലെ ഇഷ്ടമാവണ്ടേ? അവള് നല്ല പേടിയുള്ള പെൺകുട്ടിയാ, ഇത് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ രണ്ടുപേരുടെ സിറ്റുവേഷനിൽ ഒരുപാട് വ്യത്യസ്തതയുണ്ട്. ഇത് കേട്ട് അവന്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടി മാരീഡ് അല്ലേ, അവൾ ഡിവോഴ്സ് ആയതാണോ, അവൾക്ക് കുട്ടിയുണ്ടോ എന്നൊക്കെ. എന്നാൽ അവൾ സിംഗിൾ ആണെന്ന് അറിഞ്ഞതും അവന്റെ അമ്മ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത് വേണ്ട എന്ന്, നമ്മൾ ആ പെൺകുട്ടിയോട് ചെയ്യുന്നത് ശരിയല്ല. സിംഗിളായ ഒരു പെൺകുട്ടി ഒരു കുട്ടിയുള്ള നിന്നെ വിവാഹം കഴിക്കുന്നത് ഒട്ടും ശരിയാകില്ല. അവൾക്ക് അവളുടേതായ സ്വപ്നങ്ങളും അവളുടെ ലൈഫും ഒക്കെ ഉണ്ടാകില്ലേ, അവളോട് അങ്ങനെ ഒരിക്കലും നമ്മൾ കാണിക്കാൻ പാടില്ല. അവൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എന്ന് അവന്റെ അച്ഛൻ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ യാദർച്ഛികമായിട്ട് സോയിനും ജെയിനും ആകട്ടെ നാമിനെ കാണുന്നുണ്ട്. ജെയിനെ കണ്ടതും നാം ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ ഇവിടെ വന്നതെന്ന്. അവൾ വന്ന വിവരമൊന്നും അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിന്റെ ഫാമിലിയെ കണ്ട സമയത്ത് നീ വന്ന വിവരമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിട്ടേ ഉള്ളൂ എന്നാണ് സോയിൻ പറയുന്നത്. അവർ തമ്മിലുള്ള സംസാരത്തിൽ നിന്നും ജെയിന് മനസ്സിലായി ഇവർ തമ്മിൽ ഒട്ടും രസത്തിലല്ല എന്ന്. പിന്നെ അവളോട് തുറന്നു പറയുന്നുണ്ട്, ഞങ്ങൾ ഡിവോഴ്സ് ആകാൻ പോവുകയാണെന്ന്. എന്നെ ശല്യം ചെയ്യാൻ മാത്രം ഇടയ്ക്ക് അവൻ എന്റെ വീട്ടിലേക്ക് വരാറുള്ളൂ, ഞങ്ങളിപ്പോ ഒരുമിച്ചല്ല താമസിക്കുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ ജെയിൻ പറയുന്നുണ്ട്, നമ്മുടെ ലീയും ജീസോക്കിനെ ബ്രേക്കപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ കേട്ടത്. എന്റെ രണ്ട് സിസ്റ്റേഴ്സും ഇങ്ങനൊരു അവസ്ഥയിലാണല്ലോ എന്ന് പറയുമ്പോൾ സോയിൻ ചോദിക്കുന്നുണ്ട്, ലീക്ക് ഇപ്പൊ എന്ത് പറ്റിയെന്ന്. അവൾ ആകെ ചേഞ്ച് ആയി എന്നാണ് ജെയിൻ പറയുന്നത്. ജീസോക്ക് ആകട്ടെ ഹ്യൂൻസിനോട് പോലും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അവൻ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു. അതുകൊണ്ട് അവൻ അവന്റെ മനസ്സൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് അവൻ പണ്ടൊക്കെ പോവാറുള്ള ഒരു ബാറിലേക്ക് പോകുന്നു. അവിടെ അവന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഇവിടുത്തെ മ്യൂസിക് ബാൻഡിലൊക്കെ അവൻ ഉണ്ടായിരുന്നതാണ്. ഇവിടെ ലീഡ് അച്ഛനാകട്ടെ കോണിനെ കാണുമ്പോൾ കോൺ അയാളുടെ മുഖത്ത് പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ അയാൾ വന്നിട്ട് വീട്ടിൽ കംപ്ലൈന്റ് പറയുന്നു. ലീ എന്തായിരിക്കും അയാളോട് പറഞ്ഞിട്ടുണ്ടാവുക? എന്തോ അവൾ അയാളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ എന്നോട് ഇങ്ങനെ പെരുമാറില്ല. അയാൾ ലീയെ വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് ഫോൺ ചെയ്തെങ്കിലും ലീ ആകട്ടെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ലീ തന്റെ വിഷമം എല്ലാം തന്നെ ജെയിനോട് പറയുകയായിരുന്നു. ജീഹുവിനോട് നല്ല ദേഷ്യത്തിലായിരിക്കും, ചിലപ്പോൾ എന്റെ കോള് പോലും അവൻ എടുക്കില്ല. പക്ഷെ ജീഹുവിനെ അവന്റെ കൊളീഗായ ഒരു ലേഡി ആകട്ടെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, നീ ഇങ്ങനെ യൂനുവിന്റെ കാര്യം ചിന്തിച്ചിട്ട് നിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യണ്ട. നിന്നെ യൂനുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ആ പെൺകുട്ടിക്ക് സാധിക്കുമെങ്കിൽ നീ എന്തായാലും അവളെ ഡേറ്റ് ചെയ്യണം. നിന്റെ ഫീലിംഗ്സ് ഇങ്ങനെ ഉള്ളിലൊതുക്കി വെക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കുറെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അതൊക്കെ കാരണം അവനാകട്ടെ ലീയെ കോൾ ചെയ്യുന്നുണ്ട്. ഞാൻ താഴെയുണ്ട്, നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ താഴേക്ക് ഒന്ന് സംസാരിക്കാൻ നേരത്ത് അവൾ ചോദിക്കുന്നുണ്ട്, നീ എന്നോട് ദേഷ്യപ്പെടാൻ വന്നതാണോ എന്ന്. ഒരിക്കലുമല്ല, ഞാൻ നിന്നെ വെറുതെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. അങ്ങനെ അവർ നേരെ ആ പാർക്കിലേക്ക് പോകുന്നു. അവിടെ ഇരുന്ന് സംസാരിക്കാൻ നേരത്ത് അവൻ പറയുന്നുണ്ട്, നീ എന്റെ കൂടെ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിലും എന്റെ കൂടെ മുന്നോട്ട് പോകാൻ തയ്യാറല്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അവൾക്ക് അതൊക്കെ കേൾക്കുമ്പോൾ നല്ല വിഷമം വരുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തന്റെ ഫോണിലുണ്ടായിരുന്ന യൂന് കൊടുത്ത ആ സ്റ്റിക്കർ കാണിച്ചു കൊടുക്കുന്നു. ആ സ്റ്റിക്കർ അവൾ തന്റെ ഫോണിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും അവന് മനസ്സിലായി അവനെ യൂനിനെ വിട്ടിട്ട് അവൾ ഒരിക്കലും പോകില്ല എന്ന്. ഒരുപാട് സന്തോഷവും സങ്കടവും എല്ലാം തന്നെ അവന് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ കുറെ നേരം അവിടെ ഇരുന്ന് സംസാരിക്കുകയും അവിടെയെല്ലാം നടക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്നാകട്ടെ ജെയിൻ ലീയെ കാണാൻ വരുന്നതാണ്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ജെയിൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു സോയിൻ പ്രഗ്നന്റ് ആണെന്ന്. അവൾ എന്നോട് ഒരു പ്രഗ്നൻസി കിറ്റും വാങ്ങിക്കൊണ്ട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. താനും വരാമെന്ന് പറഞ്ഞിട്ട് ലീയും ജെയിന്റെ കൂടെ പോകുന്നു. താൻ കുറച്ച് ദിവസമായിട്ട് നല്ല ടയേർഡ് ആണെന്നും അതുകൊണ്ടാണ് താൻ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതെന്നാണ് സോയിൻ പറയുന്നത്. എന്താണെങ്കിലും നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് വന്നതല്ലേ, നമുക്കൊരു മീലൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ റെസ്റ്റോറന്റിലേക്ക് പോയി. അതേസമയം ഓഫീസിൽ വെച്ചിട്ട് ഹ്യൂൻസ് ശ്രദ്ധിക്കുന്നുണ്ട് ജീസോക്കിന് നാമന്റെ കോള് വരുന്നത്. അവൻ അതൊന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വൈകുന്നേരം ഹ്യൂൻസോ ആകട്ടെ ജീഹുനെയും പാർക്കിനെയും കണ്ടപ്പോ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ ജീസോക്ക് ആകട്ടെ എന്നോട് വലുതായിട്ടൊന്നും മിണ്ടുന്നുമില്ല, അവന്റെ ബ്രദറിൻലയുടെ കോളൊന്നും എടുക്കുന്നുമില്ല. ബ്രദറിൻലായോ അതാരാണെന്നൊക്കെ പാർക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹ്യൂൻസ് പറയുന്നത്, ലീയുടെയും ജെയിന്റെയും ഒരു സിസ്റ്റർ ഉണ്ട് സോയിൻ എന്ന് പറഞ്ഞിട്ട്, ആ ന്യൂസ് റൈറ്റർ. അവരുടെ ഹസ്ബൻഡാണ് ആ നാമ്. അയാളൊരു ഡെന്റിസ്റ്റ് ആണ്. ഇത് കേട്ടതും പാർക്ക് ആകെ വല്ലാതെയായി. കാരണം ഒരു ദിവസം ജെയിൻ ആകട്ടെ ന്യൂസ് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ പെൺകുട്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് പാർക്കാകട്ടെ അത് അവളുടെ സിസ്റ്റർ ആണെന്ന് അറിയാതെ ആ പെൺകുട്ടി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജെയിൻ തന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു എന്നൊക്കെ ആലോചിച്ചായിരുന്നു പാർക്കിന്റെ സങ്കടം. ആ നാമ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അയാൾ അതിനൊന്നും ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ലീയുടെ ബ്രദറിലെ ആയതുകൊണ്ട് തന്നെ ജീസൊക്കെ മാക്സിമം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ സഡൻ ആയിട്ട് അയാളുടെ കോളുകളൊന്നും തന്നെ എടുക്കുന്നില്ല. അതിനർത്ഥം ലീയോട് അവനെന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവളുടെ ഫാമിലി
മെമ്പേഴ്സിന്റെ കോൾ എടുക്കാത്തത്. ആ സമയത്ത് നമ്മുടെ ജീസോക്ക് ആകട്ടെ നേരെ നമ്മുടെ ജീഹുവിന്റെ ഫാർമസിയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ഹ്യൂൻസുവിന് അവൻ മെസ്സേജ് അയക്കുന്നു, ജീഹുവിന്റെ അഡ്രസ്സ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ട്. ഇവർ ഒരുമിച്ചുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹ്യൂൻസു ആകട്ടെ ആ മെസ്സേജ് ജീഹുവിനെ കാണിക്കുന്നു. ഇവൻ എന്തിനാണ് നിന്റെ അഡ്രസ്സ് ചോദിക്കുന്നത്? എന്തായാലും നീ അഡ്രസ്സ് അയച്ചു കൊടുക്കുമെന്നാണ് ജീഹു പറയുന്നത്. അഡ്രസ്സ് കിട്ടിയതും ജീസോക്ക് ആകട്ടെ അവിടേക്ക് പോകുന്നു. ആ സ്ഥലം കണ്ടതും ജീസോക്ക് ആകെ ഒന്ന് ഷോക്കായി. കാരണം ലീയുടെ കൂട്ടുകാരി സോങ് ഇവിടെയാണല്ലോ താമസിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടേക്ക് ലീ പലതവണ വന്നിട്ടുണ്ടാവുക ജീഹുവിനെ കാണാനുമായിരിക്കും. ജീസോക്ക് പുറത്തു നിൽക്കുന്നത് സോങ് കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ അപ്പൊ തന്നെ അത് ലീയെ വിളിച്ച് പറയുന്നു. ലീ പെട്ടെന്ന് ജീഹുവിനെ വിളിച്ച് കാര്യം പറയുന്നു. ഞാൻ ഓൾറെഡി അറിഞ്ഞു എന്നാണ് ജീഹു പറയുന്നത്. ഹ്യൂൻസിനോടാണ് അവൻ അഡ്രസ്സ് ചോദിച്ചത്. ഞാൻ അങ്ങോട്ട് വരാമെന്ന് ലീ പറയുന്നുണ്ടെങ്കിലും ജീഹു പറയുന്നുണ്ട് വേണ്ട എന്ന്. ഒരു തവണയെങ്കിലും എനിക്ക് കുറച്ചുനേരം അവനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. എല്ലാ കാര്യങ്ങളും അവനോട് തുറന്ന് പറയാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാനെല്ലാം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. ആ സമയത്ത് ടെൻഷനായി ലീ ആകട്ടെ ജെയിനോട് പറയുന്നുണ്ട് ജീസോക്കും ജീഹുവും കാണാൻ പോവുകയാണെന്ന്. സോയിൻ കാര്യം അന്വേഷിക്കുന്നു. ജെയിൻ ആകട്ടെ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. മിക്കവാറും അവർ തമ്മിൽ അടിയാകുമെന്നാണ് ജെയിൻ പറയുന്നത്. ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ലീ. ആ സമയത്ത് ജീസോക്കിന്റെ അടുത്തേക്ക് നമ്മുടെ ജീഹു വരുന്നുണ്ട്. അവർ തമ്മിൽ കണ്ടുമുട്ടുന്നിടത്താണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഒരു എപ്പിസോഡ് പോലും മിസ്സാക്കാതെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക.